MR അജിത് കുമാർ RSS ബന്ധം ആരോപിച്ച് അബിൻ വർക്കിയുടെ സമരം ഓർക്കുന്നില്ല, അബിൻ വർക്കി തലയ്ക്ക് പോലീസിന്റെ മർദ്ദനമേറ്റ് അബിൻ വർക്കി ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായില്ല. അവിടെ നിന്ന് സുധാകരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും, നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച. അപ്പോൾ ഈ സമരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി പറയുന്ന ഈ ഭാരതാംബ വിഷയത്തിൽ വലിയ രൂപത്തിൽ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ രൂപത്തിൽ കടന്നിട്ടില്ലായിരിക്കാം. അതിന് അവരുടേതായ ന്യായവും അവർ പറയുന്നു. ഇപ്പോൾ സമരം ചെയ്യുന്നവരും പോലീസും തമ്മിലുള്ളൊരു ഒത്തുകളിയാണ് എന്ന് പറയുന്നു. പോലീസ് ജലപീരങ്കി ശരിക്ക് പ്രയോഗിക്കാതെ, ജലപീരങ്കി കാണാൻ നോക്കണ്ട, ഇവരുടെ വാദമാണ് ജലപീരങ്കി ശരിക്ക് പ്രയോഗിക്കാതെ, ലാത്തി ചാർജ് ശരിക്കും നടത്താതെ പക്ഷേ സെനറ്റ് ഹാൾ ഈ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെ സമരത്തിൽ നമ്മൾ കണ്ടതാണ്, ഈ പ്രവർത്തകർ മുഴുവൻ തന്നെ അകത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. വലിയ രീതിയിൽ പോലീസ് ബന്ദോബസ്തൊക്കെ ഉണ്ടെങ്കിലും പോലീസ് അവിടെ വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അതിനുശേഷമാണ് അവരെ ഓരോരുത്തരെയായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. വലിയ ലാത്തി ചാർജ് ഒന്നും പറയാവുന്ന കാര്യമില്ല. അപ്പോൾ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവജന സംഘടനകളോട് പോലീസിന് മറ്റൊരു സമീപനം എന്നൊരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ഇതവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ യൂത്ത് കോൺഗ്രസിനെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രതികരണം PJ കുര്യൻ നടത്തിയോടുകൂടി, യൂത്ത് കോൺഗ്രസിൽ 2 വിഭാഗം ഉണ്ടല്ലോ, 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ ഈ ഗ്രൂപ്പെല്ലാം വിട്ട് ഒരുമിച്ച് PJ കുര്യനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇതിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അവർ ഒരുമിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ്.